ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് 2 ഏത്തപ്പഴമാണ്. നമുക്ക് ഈ 2 ഏത്തപ്പഴം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ പഴം ഞാൻ 5 മിനിറ്റ് നേരം നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ മധുരം ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ പഴം നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴം അരക്കുമ്പോഴേക്കും ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 4 ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഉരുളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച ശേഷം ഇടിയപ്പത്തിനായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് വാഴയിലയിലാണ്. വാഴയിലയിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ മുകളിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇടിയപ്പം അതിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം നമുക്കിത് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഇടിയപ്പം നല്ല ഫ്ലേവറായിട്ട് നല്ല ഇലക്കായുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇത് തുറന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇടിയപ്പമാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയി വന്നിട്ടുണ്ട്. വാഴയില ആയതുകൊണ്ടിട്ട് വാഴയുടെ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ ഇടിയപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പഴം കൊണ്ടായതുകൊണ്ടിട്ട് നമുക്കിതിൽ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ബനാന ഇടിയപ്പം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.